നേരത്തെ വൈശാഖ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ പറഞ്ഞില്ലേ, അമേരിക്കയിലെ H1B വിസയ്ക്ക് $1,00,000 ഫീസായി നൽകണമെന്നുള്ളത് ശരിയല്ല, $1,00,000 ശമ്പളം കിട്ടിയാൽ മതി. അങ്ങനെ അല്ല എന്ന് പറയുകയാണ് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും തത്സമയം ചേരുന്നു. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഈ വൈശാഖിൻ്റെ അഭിപ്രായം, അത് അദ്ദേഹത്തിൻ്റെ അറിവാണ്. നേരത്തെ ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് പരന്നിരുന്നു. നമ്മൾ ലൈവിൽ ഇത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു. കാരണം $1,00,000 ശമ്പളം എന്നുള്ള രീതിയിൽ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണം നടന്നിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IT മേഖലയിൽ $1,00,000 എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാരമായ ഒരു എമൗണ്ട് ആണ്. അതിലൊക്കെ എത്രയോ കൂടുതലാണ് IT മേഖലയിലുള്ളവർക്ക് ശമ്പളം ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. H1Bയുടെ തന്നെ ഏറ്റവും കുറഞ്ഞ കാറ്റഗറിയിൽ തന്നെ ഏതാണ്ട് 50,000 മുതൽ 65,000 വരെ ഡോളറാണ് മറ്റ് ട്രേഡുകൾ പോലും അവരുടെ മിനിമം വെച്ചിരിക്കുന്നത്. ഈ വൈറ്റ് ഹൗസ് തന്നെ വളരെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. $1,00,000 ഈ H1B ആപ്ലിക്കേഷനോടൊപ്പം വരുന്നത് മാത്രം പരിഗണിച്ചാൽ മതി. അല്ലാതുള്ള H1B വിസ നിയന്ത്രിക്കണം എന്നുള്ളതാണ് വൈറ്റ് ഹൗസിന്റെ ഈ പ്രൊക്ലമേഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ചില മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്ടിങ് പറഞ്ഞത് പ്രതിവർഷം $1,00,000, അതായത് 3 വർഷത്തേക്ക് 3,00,000 അത് ഇപ്പോൾ ഈടാക്കണമോ അതോ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഈടാക്കിയാൽ മതിയോ എന്നുള്ളത് ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ്. അപ്പോൾ $1,00,000 എന്നുള്ളത് 3,00,000 വരെ ഉയരുവാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും വ്യക്തത വന്നു കഴിഞ്ഞു. $1,00,000 ഫീസായി തന്നെ കെട്ടണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.